ഹലോ അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ ബേബി മൂണിന്റെ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളായാലോ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ഗോഡ് ഫോർ ഗിവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് കൂളസ്റ്റ് പ്രഗ്നൻസി ഡേയ്സ്. BC പ്രൊവിൻസിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടുള്ള ഔട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ത്രില്ലില്ല. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രയോറിറ്റി എനിക്ക് തന്നെയായിരുന്നു. എനിക്ക് ഇഡ്ഡലി കഴിക്കണം എന്ന് ആശയം തോന്നി. അപ്പോൾ ഇഡ്ഡലി തന്നെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാച്ചുറൽ ബ്യൂട്ടിയുടെ എക്സ്ട്രീം ലെവൽ വ്യൂ കണ്ട് കാർ ഡ്രൈവ് ചെയ്ത് നമ്മളിവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. BCയിലെ സ്കോമിഷിലെ ഗോണ്ടോള റൈഡിലാണ് ഇപ്പൊ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലോങ്ങസ്റ്റ് റൈഡ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ആൻഡ് ലോങ്ങിലായിരുന്നു കേട്ടോ നമ്മുടെ കോണ്ടോള റൈഡ്. അതുകൊണ്ട് തന്നെ ദ വ്യൂ വാസ് അമേസിങ്. വൺ സൈഡ് മാത്രം ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് റൈഡാണ് ഈ കോണ്ടോള റൈഡ്. അങ്ങനെ ആ റൈഡ് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചിരിക്കുന്ന സ്ഥലം നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. എൻ്റെ പ്രഗ്നൻസിയുടെ 7th മന്തിലാണ് ഈ ബേബി മൂൺ. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചത് മൗറൂഫ് ഖാന്റെ ക്രെഡിറ്റ് മാത്രമാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്ന് നോക്കിയേ. 2 ബിഗ് മൗണ്ടെയിൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ശരിക്കും ഞാൻ കരയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സന്തോഷം കൊണ്ട് കരയുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. പ്രഗ്നന്റ് ആയതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും BCയിൽ ഓരോ കാഴ്ചകളും എന്നെ അതെല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ BCയുടെ നാച്ചുറൽ ബ്യൂട്ടിക്ക് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ വാങ്കൂർ സിറ്റിയിലാണ്. ഈ സ്റ്റാൻഡിംഗ് ബൈസിക്കിൾ എടുത്ത് പോകുന്ന എന്നെ കണ്ടാൽ അറിയോ 7th മന്ത് പ്രഗ്നന്റ് ആണ് ഞാൻ എന്ന്. അങ്ങനെ നമ്മുടെ BCയിലെ നൈറ്റ് വൈബും ഡേ വൈബും ഒക്കെ ആസ്വദിച്ച് ചിൽ മോഡാക്കി ഇതുപോലെ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്ന് സ്ട്രീം ക്ലോക്കും കണ്ട് ഞങ്ങൾ ഡേ 2 അവസാനിച്ചു. ഇനി ഡേ 3യുടെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ